എല്ലാവർക്കും നമസ്കാരം. PK ലേണിംഗ്സിന്റെ PYQ സീരീസിലെ 2020 5ാമത്തെ ഗ്രാമർ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻസ് ഈസിയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു നൗണും ആ സെന്റൻസിൽ ഏതെങ്കിലും ഒരു വേർഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, അവർ തമ്മിൽ എന്താ ബന്ധം എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വേർഡാണ് പ്രിപ്പോസിഷൻസ്. എക്സാമ്പിൾസ് എന്തൊക്കെയാ? ഇന്ന്, ഓർ, ഓഫ്, അണ്ടർ, ബിസൈഡ്, ബിസൈഡ്സ്. ഇതിനകത്തൊക്കെ കൺഫ്യൂസിംഗ് ആയ പല കാര്യങ്ങളുണ്ട്. അതായത് ഇന്നും, ഓണും, അറ്റും ഒക്കെ നമ്മൾ എല്ലായിടത്തും ചറവറ യൂസ് ചെയ്യും. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ ചില റൂൾസ് ഉണ്ട്, അതിന്റെ ചില ടെക്നിക്സ് ഉണ്ട്. അതിന്റെ കറക്റ്റ് പ്ലേസ്മെന്റ് വരുന്നത് എവിടേക്കാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ തെറ്റിക്കാതെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ. ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് തന്നിരിക്കുന്നത്. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ ഒരു കാര്യം പ്ലേ ചെയ്യുമ്പോൾ അവിടെ എന്താണ് വരിക? ഇൻ ദ വയലിൻ. വേണമെങ്കിൽ നമുക്കൊരു ഡൗട്ട് വരാം, ഇൻ ദ വയലിൻ ആണോ എന്നുള്ളത്. പക്ഷെ അല്ല, ഇന്നല്ല വരിക. വിത്ത് ദ വയലിൻ. വയലിന്റെ കൂടെയാണോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല. ഓവർ ദ വയലിൻ. വയലിന്റെ മുകളിലാണോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല. ഓൺ ദ വയലിൻ. വയലിനിലാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. കറക്റ്റ് ആൻസർ ഓൺ ആണ്. വി യൂസ് ഓൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ എന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഓൺ യൂസ് ചെയ്യുന്ന മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. ഈ ഓണ്, ഓഫ്, ബൈ, വിത്ത്, ഫോർ എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കറക്റ്റ് പ്ലേസ്മെന്റ് വരേണ്ട ചില റൂളുകളുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്നതേ വരാൻ പാടുമെന്നുണ്ട്. അപ്പൊ അത് പഠിച്ചു വെച്ചാലേ പ്രിപ്പോസിഷൻസ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും വന്നാലും കറക്റ്റ് പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഓൺ എവിടേക്ക് വരിക? സർഫസുകളിൽ വരും. ഫിസിക്കൽ കോൺടാക്ട് വിത്ത് ഫ്ലാറ്റ് ഏരിയ. ഓൺ ദ ടേബിൾ. ഒരു ടേബിളിന്റെ മുകളിലാണെങ്കിൽ അത് ഓൺ ആണ്. ഓൺ ദ വാൾ, ഭിത്തിയുടെ മുകളിൽ. ഇനി ഒരു സ്പെസിഫിക് ടൈം പറയാനായിട്ട് സ്പെസിഫിക് ഡേറ്റ്സ് ഓൺ മൺഡേ, ഓൺ 15th August. ഓക്കെ, പിന്നെ ഒരു മീഡിയനെ പറയാനാണെങ്കിൽ എനിത്തിങ് വിത്ത് സ്ക്രീൻ ഓർ ഇലക്ട്രോണിക് സിഗ്നൽ, ഓൺ TV, ഓൺ ദ ഫോൺ എന്നൊക്കെ പറയാനായിട്ടും ഓൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ട്രാൻസ്പോർട്ട് ആണെങ്കിൽ വെഹിക്കിൾസ് യു ക്യാൻ വാക്ക് എറൗണ്ട് ഇൻ, ഓൺ എ ബസ്, ഓൺ എ ട്രെയിൻ. ഇത് നിങ്ങൾ മിസ്ഇന്റർപ്രറ്റ് ചെയ്യരുത്. ബൈ ബസ്, ബൈ ട്രെയിൻ, അതായത് ട്രാവൽഡ് ബൈ ബസ് എന്നാണ് പറയാ. പക്ഷേ I am on a train അല്ലെങ്കിൽ I am on a bus. I traveled by a train, I traveled by a bus. പക്ഷേ I am sitting on a train. Okay, I am now on a train. അങ്ങനെയാണ് പറയാം. ട്രാവലിംഗ് ആണെങ്കിൽ ബൈ ആണ് വരിക. കൺഫ്യൂസ് ചെയ്യരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. I will meet you dash 10 AM. എപ്പോൾ മീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 AM എന്നൊരു സ്പെസിഫിക് ടൈമിൽ ഞാൻ നിന്നെ മീറ്റ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ അത് ഇൻ 10 AM ആ സമയത്തിൽ മീറ്റ് ചെയ്യാം, അങ്ങനെയല്ല. 10 AM ഒരിക്കലും അല്ല. ഓൺ 10 AM അല്ല. നമ്മൾ ഓണിൻ്റെ റൂൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ടൈം വന്നോ? സ്പെസിഫിക് ടൈം വന്നോ? സ്പെസിഫിക് പ്ലേസ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? പക്ഷേ അറ്റാണ് അതിൻ്റെ ആൻസർ വരിക. ഒരു കറക്റ്റ് ടൈം പറയുമ്പോൾ വി യൂസ് അറ്റ് ഫോർ എക്സാക്ട് ടൈം. 5 മണി എന്നൊക്കെ പറയുമ്പോൾ അത് കറക്റ്റ് ടൈം ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അറ്റ് വരുന്ന മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പെസിഫിക് പോയിന്റ്സ്, അതാണ് നമ്മൾ അറ്റ് പറഞ്ഞത്. പ്രിസൈസ് ലൊക്കേഷൻസ് ഓർ എ സിംഗിൾ സ്പോട്ട് ഓൺ എ മാപ്പ്. അറ്റ് ദ ഡോർ, അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? അറ്റാണ് യൂസ് ചെയ്യുക. ക്ലോക്കിലെ സമയം 5 മണി, 12 മണി, അറ്റ് നൂൺ, അറ്റ് ലഞ്ച് ടൈം. പക്ഷേ നൈറ്റിന് മിഡ് നൈറ്റിന് വേറെയാണ്, അത് നമുക്ക് പിന്നെ പറയാം. അഡ്രസ്സുകൾ യൂസ് അറ്റ് ഫോർ സ്പെസിഫിക് ഹൗസ് നമ്പേഴ്സ്. അറ്റ് നമ്പർ 24 അറ്റ് ദ സെക്രട്ടേറിയറ്റ്, ഒരു സ്പെസിഫിക് അഡ്രസ്സിന്. ഓക്കെ, സ്കിൽസ് ആൻഡ് എബിലിറ്റി. ഹി ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്, ക്ലെവർ അറ്റ് ചെസ്. അതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? അറ്റാണ് യൂസ് ചെയ്യുക. ഒരു സ്കില്ലോ എബിലിറ്റിയോ അവനുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? അറ്റാണ്. ദ നൈറ്റ് എക്സെപ്ഷൻ, അറ്റ്, നൈറ്റ്, മിഡ് നൈറ്റ് വൈ യൂസിങ് ഇൻ ഫോർ മോർണിംഗ് ഓർ ആഫ്റ്റർനൂൺ. അപ്പോൾ അറ്റ് ലഞ്ച് ടൈം, അറ്റ് നൂൺ പറഞ്ഞായിരുന്നു. അതുപോലെ മോർണിംഗിനും ആഫ്റ്റർനൂണിനും ഒക്കെ ഇന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നൈറ്റിനും മിഡ് നൈറ്റിനും നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? അറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 79ാമത്തെ ക്വസ്റ്റ്യനിൽ വി ഓൾവേസ് റീഡിങ് ന്യൂസ് പേപ്പർ. ഇത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. ഓൾവേസ് ING ഫോം ഓഫ് ദ വെർബ് അവിടെ തെറ്റാണ് വന്നിരിക്കുന്നത്. വി ഓൾവേസ് റീഡ് ന്യൂസ് പേപ്പർ ഡാഷ് ദ മോർണിംഗ് ആയിരിക്കണമായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇമാജിനറി വേൾഡിൽ PSC ഈ ചോദ്യം കറക്റ്റ് ആയിട്ടാണ് തന്നിരുന്നതെങ്കിൽ വി ഓൾവേസ് റീഡ് ന്യൂസ് പേപ്പർ ഡാഷ് ദ മോർണിംഗ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് മോർണിംഗ് ആണ് വരേണ്ടത്? ഇൻ ദ മോർണിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റും ഇൻ ദ മോർണിംഗും ആണ്. ഓക്കെ, ഇൻ ദ മോർണിംഗ് ആണ് അവിടെ കറക്റ്റ് വരേണ്ടത്. വി ഓൾവേസ് റീഡ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് അതിനെല്ലാം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇന്നാണ് യൂസ് ചെയ്യുക. പക്ഷേ മിഡ് നൈറ്റിനും നൈറ്റിനും നമ്മൾ എന്താ യൂസ് ചെയ്യുക? അറ്റാ യൂസ് ചെയ്യുക. പിന്നെ ഇന്ന് വരുന്നത് വേറെ എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഒരു എൻക്ലോസ്ഡ് സ്പേസ് ആണെങ്കിൽ ഇൻ ദ ക്ലാസ് റൂം, ഇൻ എ ബോക്സ്, ഒരു ബോക്സിൽ, ഒരു ക്ലാസ് റൂമിൽ എന്നൊക്കെ പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇന്നാണ് യൂസ് ചെയ്യുക. വലിയ ലൊക്കേഷൻസിൽ, ഇൻ ഫോർ എ സ്പെസിഫിക് or large geographical area,
ഇൻ തൃശ്ശൂർ, ഇൻ കേരള എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇൻ ആണ് യൂസ് ചെയ്യുക. ലോങ് ടൈം പീരിയഡ്സ്, അതായത് മാസങ്ങൾ, വർഷങ്ങൾ, സീസണുകൾ, സെഞ്ചുറികൾ, നൂറ്റാണ്ടുകളൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുക. ഇൻ 2026, ഇൻ ദ സമ്മർ, ഇൻ മെയ്, ഇൻ ദ 1900s എന്നൊക്കെയാണ് പറയാം. ഇനി പാർട്സ് ഓഫ് ദ ഡേ എക്സ്പ്രസ് ചെയ്യാനാണെങ്കിൽ അതെങ്ങനെയാണ്? ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. ആ ഇൻ ദ മോർണിംഗ് ആണ് ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പറിന്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇനി ഒരു സ്റ്റേറ്റോ കണ്ടീഷനോ ആണെങ്കിൽ ഇൻ എ ഹറി, പെട്ടെന്ന് തിടുക്കം പിടിച്ച്, ഇൻ ലവ്, പ്രണയത്തിൽ, ഇൻ ഗുഡ് ഹെൽത്ത്, ആരോഗ്യത്തിൽ, നല്ല ആരോഗ്യത്തിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയാനായിട്ടാണെങ്കിലും നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? ഇൻ ആണ് യൂസ് ചെയ്യുക. ഇനി ഇത് ഷീ ഡൈഡ് ഡാഷ് ഫെറ്റീഗ്, അവൾ ഫെറ്റീഗ് കാരണമാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരേണ്ടത്? അതായത് ഇവിടെ രണ്ട് കൺഫ്യൂഷൻസ് വരാം, ഓഫോ ഫ്രമ്മോ. ആൻസർ വരേണ്ടത് ഫ്രം ആണ്. കാരണവും പറയാം. അതായത് ഡൈഡ് ഫ്രം ഫെറ്റീഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. കാരണം ഡൈഡ് ഫ്രം ആണെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്റ്റേണൽ കോസ്, അതായത് മരണം രണ്ട് കാര്യങ്ങളിലൂടെ നടക്കാം. ഒന്നെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്റ്റേണൽ കോസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇന്റേണൽ കോസ്. ഈ ഇൻഡയറക്റ്റ് എക്സ്റ്റേണൽ കോസ് എന്തൊക്കെയാണ്? ഒരു മരണം ആക്സിഡന്റ് വഴിയോ അല്ലെങ്കിൽ ഒരു മുറിവ് വഴിയോ, ഡൈഡ് ഫ്രം എ വൂണ്ട് അല്ലെങ്കിൽ ഓവർ വർക്ക് കാരണമൊക്കെയാണ് മരിക്കുന്നതെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്റ്റേണൽ കോസ് ആണ്. അപ്പോൾ അതെന്താവും? ഫ്രം ആവും ആൻസർ വരുന്നത്. പക്ഷേ ഡയറക്റ്റ് ഇന്റേണൽ കോസ് അതെന്തൊക്കെ കോസുകളാണ്? ഡിസീസ്, ഹങ്കർ, തേഴ്സ്റ്റ്, വിശപ്പോ, ദാഹോ, അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ കണ്ടീഷനോ ഒക്കെ കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അതെന്താവും? ഡൈഡ് ഓഫ് ക്യാൻസർ എന്നല്ലേ പറയാ, ഡൈഡ് ഓഫ് ഫീവർ എന്നല്ലേ പറയാ. പക്ഷെ ഡൈഡ് ഫ്രം ആക്സിഡന്റ് എന്നും ഡൈഡ് ഫ്രം എ വൂണ്ട് എന്നും ഡൈഡ് ഫ്രം ഓവർ വർക്ക് എന്നുമാണ് പറയാം. അപ്പൊ മരണത്തിന്റെ കാരണം എന്താണോ അതനുസരിച്ചായിരിക്കും ഓഫും ഫ്രമ്മും വരേണ്ടത്. ഒരു എക്സ്റ്റേണൽ കോസ് എന്താണ്? ആക്സിഡന്റ്, മുറിവ് അല്ലെങ്കിൽ ഓവർ വർക്ക്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഫ്രമ്മും, അല്ലെങ്കിൽ ഇന്റേണൽ കോസ് ആണ് ക്യാൻസർ, ഡിസീസസ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓഫും ആണ് വരിക. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഫ്രം വരുന്ന മറ്റ് അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പോയിന്റ് ഓഫ് ഒറിജിൻ, എവിടെ നിന്നാണോ അതിന്റെ സോഴ്സ്. യൂസ് ഫ്രം ടു ഷോ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എ ഫിസിക്കൽ ജേർണി. വി സ്റ്റാർട്ടഡ് ഫ്രം തൃശ്ശൂർ, വി സ്റ്റാർട്ടഡ് റീഡിംഗ് ഫ്രം ദ ലൈബ്രറി എന്നൊക്കെ പറയുമ്പോൾ ഫ്രം ആണ് വരേണ്ടത്. ഇനി ഒരു ടൈം ഡ്യൂറേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ യൂസ് ഫ്രം ടു ഇൻഡിക്കേറ്റ് വെൻ ആൻ ആക്ഷൻ ഓർ സ്റ്റേറ്റ് ബിഗിൻസ്, ഓഫൺ പെയർഡ് വിത്ത് ടു ഓർ അണ്ടിൽ. അതായത് ഫ്രം 9 AM 9 മണി മുതൽ 5 മണി വരെ എന്ന് പറയാനായിട്ട് നമ്മൾ ഫ്രം ഉപയോഗിക്കും. റിമൂവൽ ഓർ സെപ്പറേഷൻ, എവിടെ നിന്ന്? ഫ്രീ ഫ്രം ഡെറ്റ്, കടത്തിൽ നിന്നും മുക്തനായി. പ്രൊട്ടക്ട് ഫ്രം റെയിൻ, മഴയിൽ നിന്നും സംരക്ഷിക്കുക. കോസസ് ഓർ റീസൺ, എന്തിൻ്റെങ്കിലും കാരണങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. സഫർ ഫ്രം ഫീവർ, പനി കാരണം എന്ന് പറയാനായിട്ട്. അല്ലെങ്കിൽ ഡൈഡ് ഫ്രം എ വൂണ്ട്, അത് നമ്മളിപ്പോൾ പറഞ്ഞു. ഡിസ്റ്റിങ്ഷൻ, യൂസ് ഫ്രം ടു ഷോ എ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പീപ്പിൾ ഓർ തിങ്സ്. ഡിഫറെന്റ് ഫ്രം അതേഴ്സ്, അതിൽ നിന്നും ഇത് വ്യത്യസ്തമാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഫ്രം യൂസ് ചെയ്യാറുണ്ട്. ടെൽ വൺ ഫ്രം അനദർ, ഒന്നിൽ നിന്നും ഒന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഫ്രം യൂസ് ചെയ്യാറുണ്ട്. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഡാഷ് 6 o'clock. ഇത് ഈസിയാണ്. ഇത് PSC കുറച്ചെങ്കിലും 1-2 പേപ്പറെങ്കിലും അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ഇതിൽ നിന്ന്. അതായത് ഇതിന്റെ ആൻസർ എന്താണ്? സിൻസ് ആണ് വരിക. സിൻസ് 6 o'clock, 6 മണി മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. സിൻസ് ഉപയോഗിക്കുന്ന വേറെ അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഭയങ്കര റിപ്പീറ്റഡ് ആണ്. സിൻസ് ആണ് മിക്കവാറും പ്രിപ്പോസിഷൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരാറുള്ളത്. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് 6 o'clock. സിൻസ് എന്തിനാ? ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രം എന്തിനായിരുന്നു? പോയിന്റ് ഓഫ് സോഴ്സ്, ഫ്രം ദാറ്റ് ടൈം അല്ലെങ്കിൽ ഫ്രം ദർ എന്ന് പറയാനായിരുന്നു. ഇത് സിൻസ് 6 o'clock, അപ്പം മുതൽ നിൽക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? സിൻസ് ഉപയോഗിക്കുന്നത്. സിൻസ് 6 o'clock, സിൻസ് മോർണിംഗ്, സിൻസ് 2020 ഒക്കെ എന്താണ്? അതിന് സൂചകമാണ്. ഈ സിൻസ് വേറെ എവിടേക്കാ? ഫിക്സഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, സിൻസ് 1947, സിൻസ് മൺഡേ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇനി ഒരു കണ്ടിന്യൂസ് ആക്ഷൻ ഉണ്ടെങ്കിൽ യൂസ് സിൻസ് വിത്ത് പെർഫെക്റ്റ് ടെൻസസ് ടു ഷോ ദാറ്റ് ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിൻസ് യൂസ് ചെയ്യും. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് സിൻസ് 8 AM, ഞാൻ 8 മണി മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ 8 മണിക്ക് നിന്ന് തുടങ്ങിയതാണ്, ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. അപ്പോഴും നമ്മൾ ഏതാ യൂസ് ചെയ്യുക? സിൻസാ യൂസ് ചെയ്യുക. പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ് ഇത് ഉപയോഗിക്കുന്നത്. റീസണിങ് അല്ലെങ്കിൽ കോസ്, ഒരു കാരണം കാണിക്കാൻ വേണ്ടിയിട്ട്. എന്ത്? ഇൻ ഫോർമൽ റൈറ്റിംഗ് സിൻസ് ക്യാൻ ഓൾസോ മീൻ ബിക്കോസ്. സിൻസ് എന്ന് നമ്മൾ ഫോർമൽ ആയിട്ട് ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ സിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിക്കോസ്, കാരണം എന്നത് കൂടിയാണ്. റീസൺ, സിൻസ് ഇറ്റ് ഇസ് റെയിനിങ് വി സ്റ്റേഡ് ഹോം. അത് മഴ പെയ്തതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിൽക്കാൻ കാരണം. അവിടെ സിൻസ് എന്തായി? ഒരു കാരണമായി, ബിക്കോസ് ആയി. ഓക്കെ, ബിക്കോസിന്റെ ആക്ഷൻ എടുക്കുന്ന ഒരു ഫോർമൽ ലെറ്റർ ആയിട്ട് സിൻസ് മാറി. അടുത്തത് നോക്കാം. ഷീ ഹാസ് ഗ്രേറ്റ് റിഗാർഡ് ഡാഷ് ഹിം. അവൻ അവളെക്കുറിച്ച് നല്ല മതിപ്പാണ് എന്ന് പറയുന്നതാണ്
അതിനകത്ത് ടു ഹിം അല്ല, വിത്ത് ഹിം അല്ല, ഫോർ ഹിം ആണ് ആൻസർ വരിക. ഓക്കെ, ഷീ ഹാസ് ഗ്രേറ്റ് റിഗാർഡ് ഫോർ ഹിം ആണേ. എങ്ങനെയാണ് ഫോർ വരുന്നത്? ദ കറക്റ്റ് എക്സ്പ്രഷൻ റിഗാർഡ് ഫോർ സമൺ, റിഗാർഡ് ഫോർ എന്നാണ് പറയുക. ഇൻസിസ്റ്റ് ഓൺ എന്നൊക്കെ പറയില്ലേ, ഡിപ്പെൻഡ് ഓൺ, അത് ഡിപ്പെൻഡിന്റെ കൂടെ ഓണേ വരാൻ പാടൂ, ഇൻസിസ്റ്റിന്റെ കൂടെ ഓണേ വരാൻ പാടൂ, അതുപോലെ റിഗാർഡിന്റെ കൂടെ ഫോറേ വരാൻ പാടൂ. റിഗാർഡ് ഓൾവേസ് ടേക്സ് ഫോർ. ഫോർ വേറെ എവിടേക്കാണ് വരിക നോക്കാം നമുക്ക്. ഡ്യൂറേഷൻ ഓഫ് ടൈം കാണിക്കാനാണെങ്കിൽ യൂസ് ഫോർ മെഷർ ടു എ ടോട്ടൽ പീരീഡ് ഓഫ് ലെങ്ത് ഫോർ 3 hours, 3 വർഷമായിട്ട്, ഫോർ 2 years, 3 മണിക്കൂറായിട്ട്, 2 വർഷമായിട്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ഉപയോഗിക്കാറുണ്ട്. പർപ്പസ് അല്ലെങ്കിൽ റീസൺ കാണിക്കാൻ യൂസ് ഫോർ ടു ഷോ ദ ഫംഗ്ഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഓർ ദ റീസൺ ഫോർ ആൻ ആക്ഷൻ. എ ടൂൾ ഫോർ കട്ടിംഗ്, ഇത് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ റൺ ഫോർ ഹെൽത്ത്, ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഓടുന്നത്. അപ്പൊ അതിന് വേണ്ടി, എന്ത് കാരണത്തിന് വേണ്ടിയാണോ അതിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നതിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഫോർ ഉപയോഗിക്കും. ടാർഗറ്റ് ഓർ റെസിപ്പിയൻ യൂസ് ഫോർ ടു ഇൻഡിക്കേറ്റ് ഹൂ ഈസ് ഇൻറ്റൻറ്റഡ് ടു റിസീവ് സംതിങ്. എ ഗിഫ്റ്റ് ഫോർ യു, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതിനും നമ്മൾ എന്തുപയോഗിക്കും? ഫോർ ഉപയോഗിക്കും. വർക്ക് ഫോർ ദ ഗവൺമെന്റ്, ഞാൻ ഗവൺമെന്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് കാണിക്കാനും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫോർ യൂസ് ചെയ്യും. എക്സ്ചേഞ്ച് ഓർ പ്രൈസ് യൂസ് ഫോർ വെൻ മെൻഷനിങ് ദ കോസ്റ്റ് ഓഫ് ആൻ ഐറ്റം. ബോട്ട് ഫോർ 10 rupees, ഞാൻ 10 രൂപയ്ക്കാണ് ഇത് വാങ്ങിയത് എന്ന് പറയാനും നമ്മൾ എന്തുപയോഗിക്കും? ഫോർ ഉപയോഗിക്കും. വേർഡ് ഫോർ വേർഡ്, വാക്കിന് വാക്ക് എന്ന് പറയാനും നമ്മൾ എന്തുപയോഗിക്കും? ഫോർ ഉപയോഗിക്കും. വൺ തിങ്, അതായത് ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം എന്ന് പറയാനും നമ്മൾ ഫോർ ആണ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം. സപ്പോർട്ട് ഓർ ഫേവർ യൂസ് ഫോർ ടു ഷോ ദാറ്റ് യു ആർ ഇൻ ഫേവർ ഓഫ് എൻ ഐഡിയ. ആർ യു ഫോർ ഓർ അഗെയിൻസ്റ്റ് ദ മോഷൻ? ഡിബേറ്റിലൊക്കെ പറയുന്നതാണ് ആർ യു ഫോർ ഓർ അഗെയിൻസ്റ്റ്. നീ ഇതിന് വേണ്ടിയിട്ടാണോ അത് ഇതിനെതിരെയാണോ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് ഫോറും, ഇതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് അഗെയിൻസ്റ്റുമായി മാറും. ഓക്കെ, അടുത്തത് നോക്കാം. ഹി സ്പീക്സ് 2 languages ഡാഷ് ഇംഗ്ലീഷ്. ഇവിടെ ടിപ്പിക്കൽ കേസ് ഓഫ് കൺഫ്യൂഷൻ ബിറ്റ്വീൻ, ഇത് ബിറ്റ്വീനും എമങ്ങും. ഒരുപാട് സാധനങ്ങളുടെ ഇടയിൽ ഒരെണ്ണം ആണെങ്കിൽ അത് എമങ്ങും, 2 സാധനങ്ങളുടെ ഇടയിലാണെങ്കിൽ അത് ബിറ്റ്വീനുമാണ്. പക്ഷെ ഇത് രണ്ടും അല്ല ഇവിടെ വേണ്ടത്. 2 ലാംഗ്വേജുകൾ സംസാരിക്കും, ഏത്? ഇംഗ്ലീഷ് കൂടാതെ എന്ന് പറയുമ്പോൾ അവിടെ ആൻസർ വരേണ്ടത് ബിസൈഡ്സ് ആണ്. ബിസൈഡ്സ് ആണ് ആൻസർ വരിക. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ബിസൈഡും ബിസൈഡ്സും തമ്മിലുള്ള ക്ലാസിക് കേസ് ഓഫ് കൺഫ്യൂഷനിലാണ് മിക്കവാറും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാറ് PSC. അപ്പൊ ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഡീഷൻ ആണ് അല്ലെങ്കിൽ ഒരു എക്സ്ക്ലൂഷൻ ആണ്. ഹൂ വാസ് അറ്റ് ദ പാർട്ടി ബിസൈഡ്സ് രാഹുൽ? രാഹുലിനെ കൂടാതെ അവിടെ ആരുണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബിസൈഡ്സ് ഉപയോഗിക്കുന്നത്. പക്ഷെ ബിസൈഡിൽ എസ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബിസൈഡ് എന്തിനാണ്? റെഫേഴ്സ് ടു ഫിസിക്കൽ ലൊക്കേഷൻ. ഇതിനരികെ എന്ന്, ഇറ്റ് മീൻസ് നെക്സ്റ്റ് ടു ഓർ അറ്റ് ദ സൈഡ് ഓഫ്, ഇതിന്റെ തൊട്ടപ്പുറത്ത്, ഇതിന്റെ അടുത്ത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസൈഡ് ഉപയോഗിക്കുന്നത്. ദ ഷോപ്പ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് റൈറ്റ് ബിസൈഡ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടിപ്പുറത്താണ് എന്ത് വരുന്നത്? ഷോപ്പ് വരുന്നത് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ബിസൈഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബിസൈഡ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ലൊക്കേഷനെയും ബിസൈഡ്സ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ഇത് കൂടാതെ അല്ലെങ്കിൽ ഇതല്ലാതെ എന്ന് പറയാനൊക്കെയാണ് ബിസൈഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ അഡീഷനോ എക്സ്ക്ലൂഷനോ വരുന്നിടത്ത് ബിസൈഡിന്റെ കൂടെ എസ് ഉണ്ട് എന്ന് ആലോചിക്കുക. ഒരു ഫിസിക്കൽ കണ്ടീഷൻ, ഇതിന്റെ അപ്പുറത്ത് അല്ലെങ്കിൽ ഇതിന്റെ അരികെ എന്നൊക്കെ പറയുന്നിടത്ത് ബിസൈഡേ വരും. ബിറ്റ്വീനും എമങ്ങും ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. ബിറ്റ്വീൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 people, ബിറ്റ്വീൻ ഹിം ആൻഡ് ഹർ എന്നേ പറയൂ. എമങ് എന്ന് പറയുമ്പോൾ എമങ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ഓക്കെ, ഒരുപാട് പേരുടെ ഇടയ്ക്കായിരിക്കും എമങ്ങ് വരിക, 2 പേരുടെ ഇടയ്ക്കായിരിക്കും ബിറ്റ്വീൻ വരിക. അത്രേ ഉള്ളൂ. ഇനി ഹൗ ഡിഡ് യു കം ഡാഷ് ബസ്? ഐ വാസ് ഓൺ എ ബസ് എന്ന് പറയുന്നതും പറഞ്ഞു. അല്ലാതെ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഏത് പ്രപ്പോസിഷനാണ് പറഞ്ഞത്? ബൈ ആണ് പറഞ്ഞത്. ഐ ട്രാവൽഡ് ബൈ ബസ്. നമ്മൾ ബൈ ബസ്, ബൈ കാർ, ബൈ ട്രെയിൻ എന്നൊക്കെയാണ് പറയാം. ഇനി ബൈ വരുന്ന വേറെ റൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. യൂസ് ബൈ, പ്രോക്സിമിറ്റി, നിയറോ ബിസൈഡോ പറയാനായിട്ട് നമ്മൾ എന്തും യൂസ് ചെയ്യും? ബൈ യൂസ് ചെയ്യും. എ ഹൗസ് ബൈ ദ റിവർ. യൂസ് ബൈ ടു ഇൻഡിക്കേറ്റ് ദ ലേറ്റസ്റ്റ് പോസിബിൾ ടൈം ഓഫ് ആക്ഷൻ, ഒരു ഡെഡ് ലൈൻ. ഫിനിഷ് ദ ടാസ്ക് ബൈ 5 PM, 5 മണിക്കുള്ളിൽ ഇത് ചെയ്ത് തീർക്കണമെന്ന് പറയാനും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബൈ യൂസ് ചെയ്യും. ഏജൻസി, എന്ത് ഏജൻസി? ദ ബുക്ക് വാസ് റിട്ടൺ ബൈ അരുന്ധതി റോയ്. ഇത് ആരാൽ എഴുതപ്പെട്ടു, ഇത് ആരാൽ ചെയ്യപ്പെട്ടു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് വരിക? ബൈ ആണ് വരിക. മെത്തേഡ് ഓർ മീൻസ് യൂസ് ബൈ ടു ഡിസ്ക്രൈബ് ഹൗ സംതിങ് ഈസ് ഡൺ, എങ്ങനെയാണ് അത് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ്. മോഡ് ഓഫ് ട്രാവൽ പറയാനും ബൈ ബസ്, ബൈ ചെക്ക്, ഇത് ഞാൻ എങ്ങനെയാണ് കാശ് പേ ചെയ്തത്? ബൈ ചെക്ക്. ഓക്കെ, അപ്പൊ മീൻസ് എന്തായിരുന്നു, എന്തിലൂടെയാണ് അത് ചെയ്തത് എന്ന് പറയാനും നമ്മൾ ബൈ ഉപയോഗിക്കും. മെഷർമെന്റ് യൂസ് ബൈ ടു ഷോ ഡിമെൻഷൻസ് ഓർ ദ റേറ്റ് ഓർ ചേഞ്ച് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. റൂം 10 feet by 12 feet. ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പറയാൻ വേണ്ടിയിട്ട് ബൈ 10 feet by 12 feet. ദ പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 10%, 10% അതിന്റെ വില ഉയർന്നു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ബൈ ഉപയോഗിക്കും. അടുത്തത്, ദ ബ്രേവ് സോൾജർ ഡൈഡ് ഫൈറ്റിംഗ് ഡാഷ് ഹിസ് കൺട്രി.
ഇവിടെ ബിക്കോസ് ഓഫ് ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? ഒരു ബ്രേവ് സോൾജർ ഡൈഡ്, ഒരു ബ്രേവ് സോൾജർ മരണപ്പെട്ടു. എങ്ങനെ? രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടോ? രാജ്യം കാരണം മരണപ്പെട്ടു എന്നാണ് ബിക്കോസ് ഓഫ് വരുന്നത്. ഇൻ കേസ് ഓഫ് വരില്ല. ഇൻസ്റ്റഡ് ഓഫ്, രാജ്യത്തിന് പകരം മരണപ്പെട്ടു അല്ല. ഓൺ ബിഹാഫ് ഓഫ്, രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടു എന്ന് പറയുന്നതാണ് ഓൺ ബിഹാഫ് ഓഫ് വരുന്നത്. ഓക്കെ, ഓൺ ബിഹാഫ് ഓഫ് മീൻസ് ഫോർ ദ സേക്ക് ഓഫ്, ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ്, ഹി ഫോട്ട് ഫോർ ഹിസ് കൺട്രി. അതുകൊണ്ടാണ് ഓൺ ബിഹാഫ് ഓഫ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. Our bus went dash the forest to the river bank. ഫോറസ്റ്റിലൂടെ എന്നാണ് ഇവിടെ വരേണ്ടത് അല്ലെ? ഫോറസ്റ്റിലൂടെ നദിയുടെ കരയിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ ഇൻ, ഫോറസ്റ്റിൽ എന്ന് പറഞ്ഞാൽ പോരല്ലോ. എക്രോസ്, എക്രോസ് വേണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാം. ഡൗൺ, ഫോറസ്റ്റിന്റെ അടി കൂടെയാണോ? അല്ല. ത്രൂ, ഇവിടെ കറക്റ്റ് വരേണ്ടത് ത്രൂ ആണ്. സി ആണ് ആൻസർ വരിക. ഓക്കെ, ഇവിടെ എക്രോസ് എന്തുകൊണ്ടാണ് വരാത്തത്? എക്രോസ് എന്ന് പറയുമ്പോൾ ഓവർ എ സർഫസ് ആണ്, ഒരു ഫീൽഡോ റോഡോ. അല്ലാതെ കാട്ടിനുള്ളിലൂടെ എന്ന് പറയുമ്പോൾ എക്രോസ് ദ ഫോറസ്റ്റ് അല്ല, ത്രൂ ദ ഫോറസ്റ്റ് ആയിരിക്കണം. എക്രോസ് ദ റോഡ് അല്ലെങ്കിൽ ഫീൽഡ് ആണ് വരേണ്ടത്. ഓക്കെ, ബസ് വെൻ ത്രൂ ദ ഫോറസ്റ്റ് ടു ദ റിവർ ബാങ്ക്. ത്രൂ എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ഇൻസൈഡ് ആൻഡ് അക്രോസ് സംതിങ്. ഓക്കെ, ദ ടൈഗർ വാസ് കിൽഡ് ബൈ ഫെർണാൻഡോ ഡാഷ് എ ഗൺ. ഫെർണാൻഡോ ടൈഗറിനെ ഒരു ഗൺ വെച്ചാണ് കൊന്നത് എന്നല്ലേ? ബൈ എ ഗൺ തെറ്റാണ്, നമുക്ക് കൺഫ്യൂഷൻ വരാം. ഓഫ് എ ഗൺ അല്ല, ടു എ ഗൺ അല്ല. ഇവിടെ വിത്താണ് ആൻസർ വരേണ്ടത്. ഗൺ വെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ വിത്തേ കറക്റ്റ് വരുള്ളൂ. വിത്ത് ടു ഷോ ദ ഇൻസ്ട്രുമെന്റ് ഓർ ടൂൾ യൂസ്ഡ്. എന്ത് ടൂളോ ഇൻസ്ട്രുമെന്റോ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് വിത്താണ് കറക്റ്റ് പ്രിപ്പോസിഷൻ വരിക. ഓക്കെ, ഇനി വിത്ത് വരുന്ന വേറെ റൂൾസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. അക്കംപനിമെന്റ്, ഐ വെന്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി എന്ന് പറയാനായിട്ട് ഇവരുടെ കൂടെ ഇവർ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഇത് എന്ന് പറയാനായിട്ട് നമ്മൾ വിത്താണ് ഉപയോഗിക്കുക. ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ടൂൾ, കട്ട് വിത്ത് എ നൈഫ്, ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്തു. റൈറ്റ് വിത്ത് എ പെൻ, ഒരു പെൻ വെച്ച് എഴുതി എന്ന് പറയാനായിട്ട് എന്ത് ടൂളോ ഇൻസ്ട്രുമെന്റോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിത്ത്. ആ വിത്താണ് ഇവിടെ വിത്ത് എ ഗൺ വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് ഓർ ട്രേറ്റ്സ്, വിത്ത് ടു ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺ ഓർ തിങ്. ദ ഗേൾ വിത്ത് ബ്ലൂ ഐസ്, ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഒരാളെ പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ ഓർത്തെടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫീച്ചർ പറയുമല്ലോ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിന്. അപ്പൊ വിത്ത് ദ ബ്ലൂ ഐസ്, വിത്ത് ദ ലോങ് ഹെയർ എന്നൊക്കെ പറയുന്നിടത്ത് എന്താ വരിക? വിത്ത് ആണ് വരിക. എഗ്രിമെന്റ് ഓർ കണക്ഷൻ, യൂസ് വിത്ത് ടു ഷോ ഹാർമണി. ഐ എഗ്രി വിത്ത് യു, ഞാൻ നിന്നോട് അനുയോജിക്കുന്നു, ആ കാര്യത്തിൽ നീ പറഞ്ഞതിനോട് ഞാൻ അനുയോജിക്കുന്നു എന്ന് പറയുന്നിടത്ത് വിത്ത് ആണ് വരിക. ഫൈറ്റ് വിത്ത് ആൻ എനിമി, ഒരു ശത്രുവിനോട് ഞാൻ ഫൈറ്റ് ചെയ്തു എന്ന് പറയുന്നിടത്തും വിത്ത് ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ടോം ഇസ് വെയിറ്റിംഗ് ഫോർ ഹിസ് സിസ്റ്റർ ഡാഷ് ദ ബാങ്ക്. ഒരു സ്പെസിഫിക് ലൊക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ വരിക? നമ്മൾ ആദ്യം പറഞ്ഞത് അറ്റ് ദ ബാങ്ക്. ടോം ഇസ് വെയിറ്റിംഗ് ഫോർ ഹിസ് സിസ്റ്റർ അറ്റ് ദ ബാങ്ക്. ഒരു സ്പെസിഫിക് പ്ലേസോ പോയിന്റോ വന്നിട്ടുണ്ടെങ്കിൽ അറ്റ് ദ ബാങ്ക്, അറ്റ് ദ ബസ് സ്റ്റോപ്പ്, അറ്റ് ദ ഡൂവ. ആൻഡ് അറ്റിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതോടുകൂടി ഇത്രയും ക്വസ്റ്റ്യൻസോട് കൂടി നമ്മുടെ പ്രിപ്പോസിഷൻസിന്റെ PYQ സീരീസ് 2020 വന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആദ്യം വരാവുന്ന കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ. ഇന്ന്, അറ്റ്, ഓണ് ആൻഡ് ബിസൈഡ്, ബിസൈഡ്സ്, ഇതൊക്കെ നിങ്ങൾ തെറ്റിച്ച് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള വേർഡ്സ് ആണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ഡിസ്റ്റിങ്ഷൻ എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഓരോ വേർഡും എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള റൂൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പോസിഷൻസ് ഈസിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും PYQs എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ 2020 ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്ത് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് 21, 22, 23 ഇതെല്ലാം ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. ഇതിനേക്കാൾ ടഫ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നീടുള്ള വർഷങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കവർ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.